ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എറണാകുളത്ത് ബോച്ചയുടെ ഷാപ്പാണ്. അടിപൊളി ആംബിയൻസാണ്, നല്ല വൈബ് സ്ഥലം അങ്ങനെ തന്നെ പറയാം. നമുക്കവിടെ മോർണിംഗ്, ഞങ്ങൾ എത്തിയത് നൈറ്റാണ്. മോർണിംഗ് നമുക്കവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും, സ്വന്തം റിസ്കിൽ ചെയ്യാമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡ് കാണാം, അതൊക്കെ കുട്ടികളുടെ പ്ലേ ഏരിയ ആണ്. കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാൻ, കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഉണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മൾ കയറിയപ്പോൾ നമ്മൾ ഒരു ജഗ് കള്ളാണ് മേടിച്ചതും. നമ്മളിരിക്കുന്നതിൻ്റെ അവിടെ തന്നെ നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, വലിയവർക്ക് ഉള്ള പ്ലേ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ ആദ്യം ഒരു ഗ്ലാസ് കുടിച്ചപ്പം എനിക്ക് ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കിയതാണ്. അവിടുത്തെ LED വാളിൽ നമുക്ക് ബോച്ചയുടെ ഇനോഗ്രേഷൻ അച്ചീവ്മെൻറ്റ്സ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ബോച്ചയുടെ ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം അതാണ് എൻ്റെ മോന്ത അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നത്. എൻജോയ് ചെയ്ത ഒരു ഇതാണ്. അങ്ങനെ നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. സീലിങ്ങും അടിപൊളിയാണ് കേട്ടോ, നിറയെ പേർക്ക് ഇരിക്കാം. നല്ല സ്ഥലമാണ്, നല്ല വൈബ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ നൈറ്റാണ് പോയത്, മോർണിംഗ് പോയി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ. നമ്മൾ ആദ്യം മേടിച്ചതും കരിമീൻ പൊള്ളിച്ചതും പാൽക്കപ്പയാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഭയങ്കര ജ്യൂസി ടെസ്റ്ററാണ്, അടിപൊളി. നല്ല ചൂടായിരുന്നു കേട്ടോ, എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് എടുക്കാൻ ട്രൈ ചെയ്യുന്നത്. ഭയങ്കര ജ്യൂസി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഞാൻ വേറെയും കരിമീൻ കഴിച്ചിട്ടുള്ള കുറച്ച് ഗ്രേവി ഉണ്ടാവില്ല, ഇതിപ്പോൾ ഗ്രേവി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കങ്ങനെ പറഞ്ഞ് മേടിക്കാൻ തോന്നുന്നു. ഞാൻ ഇങ്ങനെയാണ് മേടിച്ചതും. എൻ്റെ എക്സ്പ്രഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് മൊത്തം ഞാനിരുന്ന് കഴിച്ചു. അടിപൊളിയാണ് കേട്ടോ, അതിൻ്റെ ഗ്രേവിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ ഇനി അത് കണ്ടോ. ഇപ്പം എനിക്കത് പറയുമ്പോഴും കൊതി വരുന്നുണ്ട്, കുറേ ദിവസമായി പോയിട്ട്. സെക്കൻഡ് നമ്മൾ മേടിച്ചത് പെറോട്ടയും കാന്താരി ചിക്കൻ എന്ന് പറയുന്ന അവരുടെ ഒരു സ്പെഷ്യലായിരുന്നു എന്ന് അവർ പറഞ്ഞായിരുന്നു. ഞങ്ങൾ ചോദിച്ചു സ്പെഷ്യൽ എന്താണെന്ന്. അതിലൊരെണ്ണമായിരുന്നു ഇതും. അതും ഒരു രക്ഷയില്ല, വിഷയം അടിപൊളിയായിരുന്നു. പൊറോട്ട അങ്ങനെയായിരുന്നു, നല്ല സോഫ്റ്റ് പൊറോട്ടയും നല്ല നല്ല ടേസ്റ്റി ജ്യൂസി ആയിട്ടുള്ള ചിക്കനായിരുന്നു അത്. അതും നല്ല ചൂടായിരുന്നു. അതാണ് എനിക്ക് എടുക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. എന്നാലും ആക്രാന്തമാണോ കൊതിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതെടുത്ത് കഴിച്ചു. എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്, അടിപൊളി സാധനമാണ്. അത് രണ്ടും കഴിഞ്ഞ് മീനിനെ ഞാൻ റേപ്പ് ചെയ്ത് വെച്ചതുപോലൊരു പിക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. അത്രയ്ക്കും ടേസ്റ്റി ആയിരുന്നു. മൊത്തം സെറ്റായി ക്ലീൻ ചെയ്ത് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ ഇറങ്ങി തൊട്ട് ഓപ്പോസിറ്റ് തന്നെ, ആ കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമുക്ക് രണ്ട് സൈഡും വെള്ളമാണ്. വെള്ളത്തിൻ്റെ നടുക്കൂടി ഇങ്ങനെ ഒരു പാലം പോലൊരു സാധനമുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ചുമ്മാ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഈ അമ്മിക്കല്ല്, ആട്ടുകല്ല് ഇതൊക്കെ വെച്ചപ്പോൾ ഞാനിങ്ങനെ ചോദിക്കും, ഇതൊക്കെ എന്താ ഇവിടെ വെച്ചിരിക്കണേന്നൊക്കെ ഇങ്ങനെ എൻ്റെ സ്വന്തം ക്യാമറാമാനോട് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ട് വരികയാണ്. അത് തെറ്റിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചത്. അവിടെ രണ്ട് സൈഡും വെള്ളമായിട്ട് ഇങ്ങനെ, ഞങ്ങൾ പോയ സമയം നല്ല മഴയും കൂടെ ആയിരുന്നു. അപ്പോൾ കുറേ കൂടെ നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഈ ലാസ്റ്റ് വരെ നമുക്ക് എൻഡ് വരെ നടന്നിട്ട് അപ്പുറത്തോട്ട് വരാൻ പറ്റും. അവിടെ നമുക്ക് ടെൻറ്റ് പോലെയൊക്കെ അവർ ചെയ്തിട്ടിട്ടുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാം. അവിടെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. 2 പേരൊക്കെ ആണെങ്കിൽ അവിടെ അവർ കയറ്റില്ല. അവർ വേറെ നമ്മളിരിക്കുന്ന പോലെ സ്പേസിലേ പറ്റുള്ളൂ. ഇപ്പുറത്തെ സൈഡ് ഒരുപാട് സ്പേസ് ഉണ്ട്, ടെൻറ്റ് പോലെയും അല്ല ഷെഡ് പോലെയൊക്കെ അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള സ്ഥലം, ക്ലീനാണ്. നമുക്കങ്ങനെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല.
നല്ല രസം. ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ചളിയടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചളിയടിച്ച് നടക്കുകയാണ്. മഴ ആയതുകൊണ്ടിരുന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി ഷോ കാണിക്കുകയാണ്. 2 കറക്കം കറങ്ങിയപ്പോൾ തന്നെ തല ഇറങ്ങാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ക്യാമറമാൻ. തള്ളവായി ബായെന്ന്. ശരിയാണ്, തള്ളവായി ബായി. എന്നാലും നമ്മളത് വെളിയിൽ കാണിക്കാൻ പാടില്ലല്ലോ. ഞങ്ങളത് വരെ നടന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ഈ നേച്ചറൊക്കെ എൻജോയ് ചെയ്യുന്നവർക്കും മഴ, ചെടികൾ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റും ഈ സ്പേസ്. നമുക്ക് കുറേ സമയം ഇരിക്കാം, റിലാക്സ് ചെയ്യാനൊക്കെ അവിടെ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ ആ ബ്ലാക്കിൻ്റെ റൈറ്റ് സൈഡ് കാണുന്നതൊക്കെ ടെൻറ്റുകളാണ്. നൈറ്റ് പോയതുകൊണ്ട് നമുക്ക് കുറേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, ഇരുട്ടായിരുന്നു. അപ്പം പോകുന്നൊരു ഇച്ചിരി ഒരു വൈകുന്നേരമൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ ഒരു സൈഡ് കറങ്ങി അപ്പുറത്തെ സൈഡ് എത്തിയിട്ടുണ്ട്. ഈ സൈഡ് നമുക്ക് ഇരിക്കാൻ ഇങ്ങനെ ഒരു ടേബിൾ പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റിയ ഫാമിലി റൂംസ് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ചെയറും മറ്റേ സൈഡ് ഊഞ്ഞാലുമായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്കത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നും. അങ്ങനെ ഇരിക്കാം. ഇവിടെ 2 പേരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് കയറ്റത്തില്ല. ഫാമിലി, ഫ്രണ്ട്സ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ മാത്രമേ അവർ അങ്ങോട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ടെൻറ്റും ഉണ്ട്. എനിക്ക് തോന്നുന്നു ടെൻറ്റൊക്കെ മോർണിംഗ് ടൈം ആയിരിക്കാം. നൈറ്റൊന്നും അവിടെ ഞാൻ അങ്ങോട്ട് ആരെയും കണ്ടില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മൾ ആ ലൈറ്റൊക്കെ കിടക്കുന്ന അവിടെയാണ് നമ്മുടെ ഇരുന്നത്. കപ്പിളായിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് പോകാൻ. അങ്ങനെ ഇരിക്കരുത്, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നല്ല ഫുഡുമാണ്, നല്ല വൈബ് സ്ഥലമാണ്. നിറയെ നമുക്കിങ്ങനെ ചുറ്റി നടന്ന് കാണാനും ഉണ്ട്. കുട്ടികൾക്കായാലും കളിക്കാനൊക്കെ ഉണ്ട്. അപ്പം കള്ളു കുടിക്കാത്തവർക്ക് നല്ല ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിൾ റേറ്റാണ്. മാക്സിമം എല്ലാവരും പോവാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഇതിൻ്റെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.